നമസ്കാരം. ഗർഭകാലത്തുണ്ടാകുന്ന ഛർദി, മലബന്ധം, ദഹനക്കുറവ് എന്നിവ ഉള്ളവരിൽ ഛർദിക്ക് സാധ്യത കൂടുതലാണ്. ഇവയെ അകറ്റി നിർത്താനായി തവിട് കളയാത്ത ധാന്യങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ തുടങ്ങിയവ ധാരാളം ഉപയോഗിക്കുക. ഉണക്കമുന്തിരി പോലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കുക. പഴച്ചാറുകൾ, മോര്, കരിക്കിൻ വെള്ളം എന്നിവ ധാരാളമായി ഉപയോഗിക്കുക. ഗർഭിണികളിൽ ശരീരത്തിന് വിശ്രമവും ഉറക്കവും ആവശ്യത്തിന് വേണം. ക്ഷീണം കൂടുമ്പോൾ മനം പുരട്ടലും ഛർദിക്കാനുള്ള തോന്നലും ഉണ്ടാകും. വറുത്തതും പൊരിച്ചതും കൂടുതൽ മസാല ചേർന്നതുമായ ആഹാരങ്ങൾ, കൊഴുപ്പ് കൂടുതൽ അടങ്ങിയിരിക്കുന്ന ആഹാരങ്ങൾ എന്നിവ നെഞ്ചെരിച്ചിലിനും മനം പുരട്ടലിനും കാരണമാകും. 3-ാം മാസമാകുമ്പോൾ തന്നെ മിക്ക സ്ത്രീകളിലും മനം പുരട്ടലും ഛർദിയും നിൽക്കുകയോ കുറയുകയോ ചെയ്യും. എന്നാൽ ചിലരിൽ ഗർഭകാലം മുഴുവൻ ഇത് കണ്ടുവരാറുണ്ട്. ആഹാരം കഴിക്കുന്നതിലുണ്ടാകുന്ന ഇടവേളകൾ കൂടുമ്പോഴാണ് ഇത്തരം അസ്വസ്ഥതകൾ കൂടുതലായി ഉണ്ടാകുന്നത്. അതിനായി ലഘുവായ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. ജീരകം നെയ്യിൽ വറുത്ത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് മനം പുരട്ടലിനും ഛർദിലിനും നല്ലതാണ്. ഇഞ്ചി ചേർത്തുണ്ടാക്കുന്ന ചായ മനം പുരട്ടൽ തടയാൻ സഹായിക്കും. മലമൂത്രങ്ങൾ തടഞ്ഞു നിർത്തരുത്. ആഹാരം കഴിക്കാതെയോ ആവശ്യത്തിന് ഉറങ്ങാതെയോ ഇരിക്കരുത്. ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങളും വായുകോപത്തിന് സാധ്യതയുള്ളതുമായ ഭക്ഷണങ്ങളും ഒഴിവാക്കുക. മലരിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക. മല്ലി ചതച്ചിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുക. മാവിൻ്റെ തളിരില ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും ഛർദി കുറയ്ക്കാൻ നല്ലതാണ്. ആഹാരം ഒരുമിച്ച് കഴിക്കുന്നതിന് പകരം പലപ്പോഴായി കുറേശ്ശെ കഴിക്കുന്നതാണ് നല്ലത്. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.